ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈശ്വർ പ്രസാദ് എന്നൊരു ഹൈന്ദവ സഹോദരൻ കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. സാധാരണയായി പാചക സംബന്ധമായ വീഡിയോസുകളാണ് അദ്ദേഹം പങ്കുവെക്കാറുള്ളത്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അപ്ലോഡ് ചെയ്തത്. അതിന്റെ കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പ് പ്രതീഷ് വിശ്വനാഥ് എന്ന തീവ്ര ഹിന്ദുത്വവാദി കോട്ടയം റെയിൽവേ സ്റ്റേഷനിന്റെ ഒഴിഞ്ഞ ഒരു ഭാഗത്ത് ഒരു മുസ്ലിം യുവാവ് നിസ്കരിക്കുന്നതിന്റെ ഒരു വീഡിയോ കേരള സ്റ്റോറി എന്ന അടിക്കുറിപ്പോടെ അയാളെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. നിസ്കരിച്ചത് ഒരു മുസ്ലിം ആയതുകൊണ്ടും ആ വീഡിയോ പങ്കുവച്ചത് പ്രതീഷ് വിശ്വനാഥ് എന്ന തീവ്ര ഹിന്ദുത്വവാദി ആയതുകൊണ്ടും അതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നും അതുകൊണ്ട് അയാൾ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്നും സാമാന്യ ബോധമുള്ള മലയാളികളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ വീഡിയോ ആണ് ഈശ്വർ പ്രസാദ് എന്ന ഹൈന്ദവ സഹോദരനെ പ്രകോപിപ്പിച്ചത്. മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളിലും അവരുടെ ആരാധനകളിലും ആചാരങ്ങളിലുമൊക്കെ വെറുപ്പ് വെച്ച് പുലർത്തുന്നവരോട് ഈശ്വർ പ്രസാദിന് ചിലത് പറയാനുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോയിലെ പ്രസക്തമായ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം, എന്റെ പേര് ഈശ്വർ പ്രസാദ്. ഞാൻ സ്ഥിരമായി ചില പാചക വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു പാചക വീഡിയോ അല്ല. ഇത് ഒരാൾ ഇട്ട ഒരു വീഡിയോയ്ക്ക് ഒരു മറുപടിയാണ്. എല്ലാവർക്കും അറിയാം മിസ്റ്റർ പ്രതീഷ് വിശ്വനാഥൻ. അദ്ദേഹത്തിന്റെ പല വീഡിയോകളും ഞാൻ കാണാറുണ്ട്. വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറുമില്ല. കാര്യം നമ്മൾ ഈ അതിലെന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഇതെല്ലാം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോകളിലോടൊന്നും വലിയ താല്പര്യമില്ല. എങ്കിലും ഇന്നത്തെ വീഡിയോ കണ്ട സമയത്ത് അതിനൊരു മറുപടിയല്ല, എന്റെ ഒരു സ്വാതന്ത്ര്യം, നമുക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഈ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോ അതിൽ ഇന്ന് ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു യുവാവ്, ഒരു മുസ്ലിം യുവാവ്, പുള്ളിയുടെ അതിന്റെ വീഡിയോ ഞാൻ വേണേൽ ഈ സൈഡിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു ഇത് കാണിക്കാം. ഈ സൈഡിൽ കാണിക്കാം. അത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുള്ളിക്കാരനൊന്ന് നമസ്കരിച്ചതാണ്. അതായത് നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ കാണാൻ നമസ്കാരം അതില് നിസ്കരിച്ചു. അപ്പൊ അതിനാണ് പുള്ളിക്കാരൻ ഇട്ടുന്നതാണ്. അതില് എന്തോ ഒരു വലിയ പാതകം ചെയ്തതുപോലെയാണ്. എന്തായാലും തെറ്റെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മള് അവരുടെ മതത്തിന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവരുടെ ആചാരപ്രകാരം ഇത്ര 4-5 സമയം പ്രാർത്ഥനയുണ്ടല്ലോ. അപ്പൊ അതിന് പ്രകാരം അയാൾ ആ സമയത്തിന് അവിടെ ചിലപ്പോൾ നിസ്കരിച്ചതാവാം. അത് എന്താ തെറ്റ്? അത് ആർക്കെങ്കിലും കരം കൊടുക്കണോ? ആർക്കും കരം കൊടുക്കണ്ട. ഇത് ഭാരതമാണ്. ഭാരതം എന്ന് പറയുന്നത് നമ്മൾ മതേതര രാഷ്ട്രമാണ്. ആർക്കും പ്രാർത്ഥിക്കാനും സംസാരിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഈ തന്നെ അമ്പലങ്ങൾ, റോഡ് സൈഡുകളിലൊക്കെ അമ്പലങ്ങളില്ലേ, അപ്പൊ ആ അമ്പലങ്ങളുടെ പിന്നെ റോഡ്, അതായത് നമ്മളിപ്പോ കിള്ളിപ്പാലം, ഞാൻ ട്രിവാൻഡ്രമാണ്, അവിടെയാണ് കിള്ളിപ്പാലത്ത് ഒരു അമ്പലമുണ്ട്. അതല്ലാതെ ഈ അട്ടക്കുളങ്ങര ജംഗ്ഷനിൽ ഒരു അമ്പലമുണ്ട്. നമ്മൾ റോഡിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് പൊതുസ്ഥലമല്ലേ, പ്രാർത്ഥിക്കാം. ശബരിമലയിലെ മണ്ഡലകാലത്ത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ കോട്ടയം ചെങ്ങന്നൂർ വഴി പോകുന്ന ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഒട്ടുമിക്ക ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലെയും കാഴ്ചകൾ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എല്ലാ ബോഗികളും അയ്യപ്പ ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടാണ് ഉണ്ടാവുക. എല്ലാ ബോഗികളിലും അയ്യപ്പന്റെ ചിത്രങ്ങൾ വെച്ചും പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചും ഭജന പാടിയും ആകപ്പാടെ ഭക്തിമയമുള്ള ഒരു അന്തരീക്ഷമാണ്. കോട്ടയം അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ അയ്യപ്പന്റെ ചിത്രം വെച്ചും കർപ്പൂരം കത്തിച്ചും ആകപ്പാടെ ഭക്തിസാന്ദ്രമായ കാഴ്ചകളാൽ സമ്പന്നമാണ്. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം യുവാവ് അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ഇതുവരെ രംഗത്ത് വന്നിട്ടുണ്ടോ? പ്രതിഷേധത്തിന്റെയോ വിയോജിപ്പിന്റെയോ ഒരു ചെറിയ ശബ്ദമെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ? പൊതുഗതാഗത സംവിധാനം ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായി കുറെ പേർ ചേർന്ന് കയ്യേറിയെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇതിനെതിരെ മുസ്ലിങ്ങളായ യാത്രക്കാരും പ്രതികരിക്കാത്തത്? ക്രൈസ്തവ സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ മിണ്ടാത്തത്? പേടിച്ചിട്ടാണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആശങ്ക കൊണ്ടാണോ? ഒരിക്കലുമല്ല. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ എല്ലാ മതവിശ്വാസികളുടെയും ആചാരങ്ങൾ, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു പരിധിവരെ നമ്മുടെ പൊതു ഇടങ്ങൾ കയ്യേറിക്കൊണ്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ പൊതു ഇടങ്ങളിൽ കൂടിയൊക്കെയാണ് അത്തരം ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നതും സംഭവിക്കുന്നതും. എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. എന്തിനധികം പറയുന്നു, ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായി വിമാനത്താവളം അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ?
എന്നാൽ നമ്മുടെ കേരളത്തിൽ അതും സംഭവിക്കുന്നില്ലേ? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി, അവിടുത്തെ ആചാരത്തിന്റെ ഭാഗമായി, അവിടുത്തെ ഘോഷയാത്ര കടന്നു പോകുന്നതിന്റെ ഭാഗമായി വർഷത്തിൽ ഒരു ദിവസം ഏകദേശം 6 മണിക്കൂറോളം വിമാനത്താവളം പൂർണ്ണമായും അടച്ചിടാറില്ലേ? ഏതെങ്കിലും ഒരു യാത്രക്കാരൻ, ഏതെങ്കിലും ഒരു സംഘടന ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇതുവരെ കേരളത്തിൽ ഒരു ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ? വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? വെറുപ്പിന്റെ ഭാഷയിൽ അതിന്റെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്ക് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിന്റെ എല്ലാം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മതവിശ്വാസികളും, അത് ഹിന്ദുവിന്റേതോ മുസ്ലിമിന്റേതോ ക്രിസ്ത്യാനികളുടെയോ ആരുടേതായാലും എല്ലാവരുടെയും മതാചാര പ്രകാരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക ചടങ്ങുകളും ഒട്ടുമിക്ക ഘോഷയാത്രകളും പൊതുസ്ഥലങ്ങളും പൊതുവഴികളിലൂടെയുമാണ് നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ പലതരത്തിലുള്ള അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും യാത്രക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അത് സ്വാഭാവികമാണ്. അതിനെല്ലാം പൂർണ്ണമായും സഹിഷ്ണുതാ ബോധത്തോടുകൂടി ഉൾക്കൊള്ളാൻ മലയാളി പഠിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾക്കൊന്നും കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ഇന്നും പ്രസക്തി ഇല്ലാതെ പോയത്. അതുകൊണ്ടാണ് ഈശ്വരപ്രസാദ് എന്ന ഹൈന്ദവ സഹോദരൻ പ്രതീഷ് വിശ്വനാഥിനോട് ചോദിച്ചത്, കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ ഒഴിഞ്ഞ ഒരു ഭാഗത്ത് ആരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കാതെ, ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഒഴിഞ്ഞ ഭാഗത്ത് ഒരു മുസല്ല വിരിച്ച് അദ്ദേഹം നിസ്കരിച്ചതുകൊണ്ട് ആർക്കെന്താണ് പ്രശ്നം? താങ്കൾക്ക് അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത്? അദ്ദേഹം നിസ്കരിച്ചതിലൂടെ, അദ്ദേഹം തന്റെ ആരാധനയുടെ സമയമായപ്പോൾ അദ്ദേഹം നിസ്കരിച്ചതും പ്രാർത്ഥിച്ചതും അദ്ദേഹത്തിന്റെ അവകാശമാണ്, അദ്ദേഹത്തിന്റെ മതസ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന പൗരാവകാശങ്ങളിൽ പെട്ടതാണ്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ പ്രതിനിധിയായിട്ടാണ് ഈശ്വർ പ്രസാദ് എന്ന ഹൈന്ദവ സഹോദരൻ ഈ ചോദ്യം പ്രതീഷ് വിശ്വനാഥിനോട് ചോദിച്ചത്. ആ ചോദ്യങ്ങളിലൂടെ ഈശ്വർ പ്രസാദ് ഉയർത്തിപ്പിടിച്ചത് ഹൈന്ദവ സമൂഹത്തിന്റെ അന്യമതസ്ഥരോടുള്ള മതപരമായ കാഴ്ചപ്പാടിനെയാണ്. പൊതുവെയുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിന്റെയും സഹിഷ്ണുതാ ബോധത്തിന്റെയും ബൗണ്ടറികളിൽ നിന്നും എത്രയോ വിദൂരത്താണ് പ്രതീഷ് വിശ്വനാഥും കൂട്ടരും ഇന്നും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെയും അവനെപ്പോലെ ചിന്തിക്കുന്നവരുടെയും കുത്തിത്തിരിപ്പുകൾക്കും വെറുപ്പുൽപാദനങ്ങൾക്കും വിദ്വേഷ പരാമർശങ്ങൾക്കും ഇനിയും കേരളത്തിൽ കളം നിറയാൻ സാധിക്കും. ഏതാണ്ട് 8 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് ഈശ്വർ പ്രസാദ് എന്ന ഹൈന്ദവ സഹോദരൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കുവച്ചത്. ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങളിൽ മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അവിടെ അദ്ദേഹം പറയുന്നത്, ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പ്രതീഷ് വിശ്വനാഥിനെ വിമർശിക്കലല്ല. കാരണം എന്നെക്കാൾ അറിവും വിദ്യാഭ്യാസവും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളുമാണ് പ്രതീഷ് വിശ്വനാഥ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്റെ അഭിപ്രായം മാത്രമാണ് എന്ന രീതിയിലാണ് അവസാന ഭാഗത്ത് അദ്ദേഹം സംസാരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈശ്വർ പ്രസാദ്, താങ്കൾ എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്കൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. മനുഷ്യർക്കിടയിൽ സ്നേഹത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ എല്ലാ കാലത്തും എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചവരാണ്. ചേട്ടൻ വീഡിയോയുടെ ഒരു ഭാഗത്ത് പറയുന്നത്, നമ്മളെല്ലാം വ്യത്യസ്തരായ മതവിശ്വാസികളാണ്, നമുക്കെല്ലാവർക്കും മതപരമായ വിശ്വാസങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, വിശ്വാസ രീതികളും ആചാരക്രമങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും അതിലെല്ലാം ഉപരിയായി നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരെന്ന നിലയിൽ നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, ഒരുമിക്കേണ്ടവരാണ്, ഒത്തൊരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അവിടെ വിശ്വാസങ്ങളും ആചാരങ്ങളും തീർത്തും വ്യക്തിപരമാണ്. അതിനേക്കാൾ ഉപരിയാണ് മനുഷ്യത്വപരമായ സ്നേഹം. ഇത്രയും വിശാലമായി ചിന്തിക്കുന്ന താങ്കൾ, ഇത്രയും സ്നേഹസമ്പന്നമായി മനുഷ്യരോട് പെരുമാറാനും ഇടപഴകാനും സംസാരിക്കാനും കഴിയുന്ന താങ്കൾ എന്തുകൊണ്ടും പ്രതീഷ് വിശ്വനാഥിനെ പോലെയുള്ള വിഷജന്തുക്കളെക്കാളും എത്രയോ ഉന്നതങ്ങളിലാണ്. ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ചെരുപ്പെടുക്കാനുള്ള യോഗ്യത പോലും പ്രതീഷ് വിശ്വനാഥിനെ പോലെയുള്ള തീവ്ര ഹിന്ദുത്വവാദികൾക്കില്ല. അതുകൊണ്ട് മനുഷ്യത്വവും മാനവിക കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കുന്ന താങ്കൾ താങ്കളുടെ വലിപ്പം തിരിച്ചറിയുക, പെരുമ മനസ്സിലാക്കുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.